സമയത്ത് ഇപ്പോൾ ഏറെക്കുറെ 55 കിലോമീറ്റർ ദൂരം പിന്നിട്ട് കോട്ടയം ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ്. നിരവധി ആളുകൾ ഇതിനോടകം തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ വിലാപയാത്രയെ പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ചേട്ടൻ എവിടെ നിന്ന് വരുന്നത്? ഇവിടെ തന്നെയുള്ള ആളാണോ? വി എസിനെ കുറിച്ച് പറയുവാണെങ്കിൽ വി എസിന് നമ്മുടെ കേരളത്തിൻ്റെ സമുന്നതനായ ഒരു നേതാവാണ് വി എസ്. വി എസിന് പകരം വയ്ക്കാൻ മറ്റൊരു ആളില്ല. അത്രയ്ക്ക് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് അത്രയും പടുത്തുയർത്തി അത്രയും പ്രിയപ്പെട്ട ഇതാണ്. എല്ലാ ജനങ്ങളും ഒന്നുപോലെ സ്നേഹിക്കുന്നൊരു വ്യക്തിയാണ് വി എസ്. കുടുംബസമേതമാണോ വന്നത്? കുടുംബസമേതമാണ് വന്നിരിക്കുന്നത്. അതെ അതെ, ഞങ്ങളൊരു 2 മണിക്കൂർ കൊണ്ട് കാത്തു നിൽക്കുകയാണ്. വൈകുന്നേരം മുതൽ നേരത്തെ മുതലേ കാത്തു നിൽക്കുകയാണ്. ചേച്ചി എന്താ പറയുന്നത്? എനിക്ക് ഞങ്ങൾ കോട്ടയത്ത് നിന്ന് വരുവാണ് വി എസിനെ കാണാൻ വേണ്ടി. വി എസിൻ്റെ സാധാരണക്കാരൻ ഞങ്ങളുടെ എല്ലാം മനസ്സിൽ വളരെ ആവേശമായി നിൽക്കുന്ന സ്ഥലമാണ് വി എസ്. വി എസിനെ കാണാൻ വേണ്ടി ഞങ്ങൾ കോട്ടയത്ത് നിന്ന് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഞങ്ങൾ വി എസിനോടൊപ്പം ഞങ്ങൾ ആലപ്പുഴയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ചില വി എസിനെ കുറിച്ച് പറയാൻ വേണ്ടി വാക്കുകളില്ല. ആ വാക്കുകളാണ് നിങ്ങൾ കാണുന്നതെല്ലാം. കാരണം ഏതൊരു മനുഷ്യൻ്റെയും സാധാരണക്കാരൻ്റെ എല്ലാം മനസ്സിലെ ഒരു വലിയ ആവേശമായി നിൽക്കുന്ന സഹമാണ് വി എസ്. വി എസിൻ്റെ ഇന്ന് നഷ്ടം ഒരിക്കലും നികത്താൻ വേണ്ടി നഷ്ടമല്ല. എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുതൽക്കൂട്ടായ ആ ഒരു ജീവിതത്തിൻ്റെ ചരിത്രം നാളത്തെ തലമുറകൾക്ക് അതൊരു ആവേശമായി മാറും എന്നുള്ളത് തർക്കമുള്ള കാര്യമല്ല. അതാണ് വി എസിനെ കുറിച്ച് പറയാനുള്ളത്. ഏതൊരു മലയാളിയുടെ മനസ്സിൽ, അതായത് മലയാളികളുടെ മനസ്സിൽ, സാധാരണക്കാരുടെ മനസ്സിൽ ഒരു ആവേശമായി നിൽക്കുന്ന ഒരു സഖാവാണ് വി എസ്. ആ വി എസിൻ്റെ ഓർമ്മകൾ എന്നും മനസ്സിൽ ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും മലയാളികളുടെ മനസ്സിൽ വളരെ ആവേശമായി നിൽക്കുമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്ത് പറയുന്നത് ചേട്ടാ? സംസാരിക്കുന്നവരൊക്കെ തന്നെ വി എസിനെ കുറിച്ച് ഉള്ളിൽ തട്ടിയുള്ള വാക്കുകളാലാണ് വർണ്ണിക്കുന്നത്. അത്രത്തോളം പ്രിയങ്കരനായ ഒരു നേതാവാണ് കടന്നു പോകുന്നത്. തീർച്ചയായും വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അടിയുറച്ച മണ്ണ് എന്ന് കരുതപ്പെടുന്ന മേഖലയിലൂടെയാണ് ഇനിയുള്ള മണിക്കൂറുകളിലെ യാത്ര. ഇത് കൊല്ലം ജില്ലകളിൽ വി എസിൻ്റെ സ്വന്തം മണ്ണാണ്. നെൽകർഷകരും അതോടൊപ്പം തന്നെ കയർ കർഷകരുമൊക്കെ തന്നെയുള്ള മണ്ണിലേക്ക്, ആലപ്പുഴയിലേക്കാണ് പിന്നീടുള്ള യാത്ര. ഈ രാത്രി മുഴുവൻ അതിന് യാത്ര അവസാനിക്കുന്നതിന് വേണ്ടി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കാത്തുനിന്ന ആളുകളാണ് ചെറിയ തോതിലുള്ള മഴയെയും അവഗണിച്ചുകൊണ്ട് സച്ചിദാനന്ദൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര എത്തിയാൽ അത് എപ്പോഴെത്തുന്നോ അപ്പോൾ മാത്രമേ കണ്ടു മടങ്ങുകയുള്ളൂ എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി എത്തിയിരിക്കുന്ന ആളുകളാണ്. സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പ്രായമായ ആളുകളുണ്ട്. അവരൊക്കെ തന്നെ രാത്രി 1 മണി പിന്നിട്ട് ഈ വേളയിലും വി എസ് അച്യുതാനന്ദൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കണ്ട് മടങ്ങണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെ മുന്നിൽ ഉറപ്പിച്ചിരിക്കുകയാണ്. അവർ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്. വി എസ് അച്യുതാനന്ദൻ്റെ മൃതശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ചേട്ടൻ എന്ത് പറയുന്നു? വി എസിനെ കുറിച്ച് വാക്കുകളിൽ വിവരിക്കാൻ പറ്റുന്നതല്ല. ഈ പറയുന്ന പോലെ ഓരോ ജനതയ്ക്ക് ആവേശം പകരുന്നതാണ് വി എസ്. അതിൽ അദ്ദേഹം ഒരു നോക്ക് കാണാൻ കഴിഞ്ഞത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. ഇതിനെക്കുറിച്ച് പറയാനൊന്നുമില്ല. ഇതേപോലൊരു നേതാവ് വേറെ കാണാനില്ല. ശക്തമായ നേതാവാണ്. ഒന്നും പറയാനില്ല, വാക്കുകൾ കിട്ടുന്നില്ല. ഉണ്ടാവില്ല കേരളത്തിൽ. വി എസിന് പകരം വയ്ക്കാൻ വേറെ ആരുമില്ല. വി എസിൻ്റെ വിയോഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാലഘട്ടം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്താണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള അതിൻ്റെ ഒരു പര്യായമാണ് വി എസ് അച്യുതാനന്ദൻ എന്ന രീതിയിലാണ് പലരും അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു. ജീവനാണ്, പ്രാണനാണ് എന്ന് അടക്കമുള്ള വാക്കുകൾ അവരുടെ നാവിൽ നിന്നും വീഴുന്നുണ്ട്. തീർച്ചയായും അത് ശരിയാണ്. കാരണം ഏറെക്കാലത്തെ പൊതുപ്രവർത്തന രംഗം കൊണ്ട്, ജീവിതം കൊണ്ട് വി എസ് അച്യുതാനന്ദൻ അത് തെളിയിച്ചതാണ്. ഉറച്ച തീരുമാനങ്ങൾ, അചഞ്ചലമായ തീരുമാനങ്ങൾ, നിലപാടുകൾ, അത് എന്ത് വിഘാതങ്ങൾ ഉണ്ടായാലും എന്ത് നടപടികൾ ഉണ്ടായാലും അത് ഉറച്ച നിലപാടിൽ നിന്നും വി എസ് ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല. ഏറെ അച്ചടക്ക നടപടികൾ ക്ഷണിച്ചു വരുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ട് പോലും ഉറച്ച നിലപാട് ജനകീയ പക്ഷത്തു നിന്നും ഉള്ളതായിരുന്നു എന്നതിനാൽ തന്നെ അദ്ദേഹത്തിന് ആ അച്ചടക്ക നടപടികളിലും പാർട്ടി ശാസന അടക്കമുള്ളവയൊക്കെ തന്നെ ജനകീയതയുടെ മുഖം മിനുക്കലായി മാറുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ഓരോ അച്ചടക്ക നടപടിയും
പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. BBയിൽ നിന്ന് അടക്കം അച്ചടക്ക നടപടി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഒക്കെ തന്നെ എന്നുള്ളതും ഈ ഘട്ടത്തിൽ പറയേണ്ടതാണ്. ചുരുക്കത്തിൽ അദ്ദേഹം ജനകീയ പക്ഷത്ത് അല്ലെങ്കിൽ സാധാരണക്കാരുടെ ചിന്തകൾക്കൊപ്പം അവരുടെ നിലപാടിനൊപ്പം ആണ് എന്ന് തന്നെയായിരുന്നു. ആ അച്ചടക്ക നടപടികൾ നേരിട്ട ഘട്ടത്തിലാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ജനകീയത അല്ലെങ്കിൽ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കിയ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ പതിറ്റാണ്ടുകൾ കൊണ്ട് ആർജിച്ചെടുത്ത പൊതുപ്രവർത്തന രംഗത്തെ അദ്ദേഹത്തിൻ്റെ മികവ് വലിയ VS എന്നുള്ള 2 അക്ഷരം ആർക്കും വിളിക്കാൻ കഴിയുന്ന പേരായി മാറി. അങ്ങനെ ആലപ്പുഴയുടെ മണ്ണിൽ നിന്നും വളർന്ന് പാർട്ടിയുടെ ജനകീയ മുഖമായി മാറിയ വലിയ നേതാവിൻ്റെ വിയോഗം തീർത്ത വലിയ ശൂന്യതയാണ് ഈ രാത്രി വൈകിയ നിമിഷത്തിലും. അഭിലാൽ പറഞ്ഞതുപോലെ തന്നെ VSനെ സംബന്ധിച്ചോളം VSന്റെ ആ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്കൊപ്പം തന്നെ VS പടർന്ന് പന്തലിച്ച് കേരളത്തിന്റെ അധികായനായി മാറിയ ആ ചൂടും ചൂരും പടർന്ന ആ നാട്ടിലേക്ക്, ആ ജന്മനാട്ടിലേക്ക് VSന്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള യാത്ര എത്താൻ പോവുകയാണ്. അല്പസമയത്തിനകം തന്നെ ചാത്തന്നൂർ പിന്നിട്ട് കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് കടക്കാൻ പോവുകയാണ്. ജനസഞ്ചയമാണ് നമ്മൾ കാണുന്നത്. ആയിരങ്ങളാണ് വഴിത്താരകളിൽ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സഖാ VSന് വേണ്ടി കണ്ണേ കരളെ VS എന്ന വിളികൾ മാത്രമാണ്. ഈ രാത്രിയിൽ ഇപ്പോൾ 1:20 ഇപ്പോഴും കുഞ്ഞുങ്ങൾ വരെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടില്ലേ. കാരണം ഒരുപക്ഷെ VSനെ പോലും നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ, VSനെ കുറിച്ച് പറഞ്ഞു കേട്ട ആ വിപ്ലവ വീര്യത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടുള്ള ആളുകൾ, അവരൊക്കെ തന്നെ ഉള്ളിൽ ആ ഒരു വിപ്ലവ വീര്യം മുഷ്ടി ചുരുട്ടി ആ അന്ത്യാഭിവാദ്യമായി അശ്രുപൂക്കൾ അർപ്പിച്ചുകൊണ്ട് സ്ത്രീകളടക്കം, ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. നമ്മൾ നോക്കൂ, എത്ര പേരാണ് ഈ രാത്രിയിൽ സഖാ VSന് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ആ തിരുവോരങ്ങളിൽ അണിനിരക്കുന്നത്. അതാണ് VS എന്ന കരുത്തിൻ്റെ ശബ്ദം. പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ, അരികുവൽക്കരിക്കപ്പെട്ടവൻ്റെ ശബ്ദമായി മാറിയ VS എന്ന ആ പുരുഷ യുഗാന്ത്യമാണ്. ഒരു ചരിത്രം വിട പറയും.